ഹൈദരാബാദിൽ 51-കാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം മോഷണം. ഹൈദരാബാദിലെ സ്വാൻ ലേക്ക് അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നത്. 51-കാരിയായ രേണു അഗർവാളാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. കുക്കർ കൊണ്ട് അടിയേറ്റ് തല തകർന്ന നിലയിലായിരുന്നു. പിന്നീട് കഴുത്തറുത്താണ് പ്രതികൾ കൊലപാതകം നടത്തിയത്. സംഭവത്തിനു ശേഷം വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് വസ്ത്രം മാറി മോഷ്ടാക്കൾ മുങ്ങുകയും ചെയ്തു. പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം നടക്കുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് രേണു മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വൈകുന്നേരം ഭർത്താവ് അഗർവാൾ രേണുവിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും പ്രതികരണമുണ്ടായില്ല. സംശയം തോന്നിയ അദ്ദേഹം വീട്ടിലെത്തി വാതിലിൽ മുട്ടിയെങ്കിലും അനക്കമുണ്ടായിരുന്നില്ല. ഒരു പ്ലംബറുടെ സഹായത്തോടെ ബാൽക്കണിയിലെ വാതിൽ തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് രേണുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. രേണുവിന്റെ കൈയും കാലും കെട്ടിയിട്ട നിലയിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രഷർ കുക്കർ ഉപയോഗിച്ച് തല അടിച്ചു തകർത്ത നിലയിലായിരുന്നു. കത്തിയും കത്രികയും ഉപയോഗിച്ചാണ് കഴുത്തറത്തിരിക്കുന്നത്. വീട്ടിൽ നിന്ന് 40 ഗ്രാം സ്വർണവും 1 ലക്ഷം രൂപയും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കവർച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച മോഷ്ടാക്കൾ വസ്ത്രങ്ങളും മാറി. രക്തം പുരണ്ട വസ്ത്രങ്ങൾ മുറിയിൽ തന്നെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് പ്രതികൾ കടന്നു കളഞ്ഞതെന്നും പോലീസ് അറിയിച്ചു. രേണുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അഗർവാളിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശി ഹർഷ, സമീപവാസിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന റോഷൻ എന്നിവരാണ് കൊല നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരും അഗർവാളിന്റെ വീട്ടിൽ എത്തിയതിന്റെയും മടങ്ങിപ്പോയതിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇരുവരും ചേർന്നാകാം കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിനു ശേഷം ഇരുവരും ബൈക്കിൽ റാഞ്ചിയിലേക്ക് കടന്നതായും പോലീസ് പറഞ്ഞു. കൊൽക്കത്തയിലെ ഒരു ഏജൻസി വഴി 10 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഹർഷ അഗർവാളിന്റെ വീട്ടിൽ ജോലിക്കെത്തിയത്. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും ഫോറൻസിക് തെളിവുകളുമടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്.